അയ്യോ തെറ്റെന്റെ ഭാഗത്തല്ല നിന്റെ ഭാഗത്താ. എന്റെ ഫോൺ എടുത്തെറിഞ്ഞ് എന്തിനാന്ന് ചോദിക്കണേ. I feel like I'm losing my mind. Is everybody in the world blind? ബീറ്റ് ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തുണ്ട് വിഷയം? സുഖമല്ലേ? കണ്ടോ ബിൻസി ഉണ്ടോ മോനെ കറിപ്പിച്ചോണ്ടിരിക്കുന്നുണ്ടോ? ഉടക്കില്ല ഞങ്ങൾ കേട്ടോ. സംസാരിച്ച് ഞാൻ മിണ്ടിക്കാൻ നോക്കിയിട്ട് മിണ്ടുന്നില്ല. ഞാൻ മിണ്ടത്തില്ല എന്ന് പറഞ്ഞാൽ ഞാൻ മിണ്ടത്തില്ല. എന്റെ സ്വഭാവം അതുപോലെ. എന്താന്ന് ചോദിച്ചു നോക്ക്. എപ്പോഴും എന്നെ അങ്ങ് വഴക്ക് പറച്ചില്ല. എപ്പോഴും സഹിക്കുന്നതിന് ഒരു പരിധി ഇല്ലേ? എന്തോ ഇത് എപ്പോഴും ഒന്ന് ഞാൻ പോവാ, ഞാൻ നാട്ടിൽ പോവാ, എനിക്ക് വയ്യ, ഞാൻ ഇതാണ് പ്രശ്നം കേട്ടോ. ആക്ച്വലി ഇതാണ് പ്രശ്നം. എവിടെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ, നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ നാട്ടിൽ പോകണം, അങ്ങ് ഭീഷണിപ്പെടുത്തല. നമ്മളിപ്പോ ആക്ച്വലി ഗൾഫിൽ വന്നു പറഞ്ഞാൽ നമ്മളൊരു ജോലി ചെയ്തൊരു കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയില്ലേ, ഇവക്കത് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. ഓക്കെ അവള് പോന്നെങ്കിൽ പൊക്കോട്ടെ, കുഴപ്പമില്ല. പക്ഷെ ഈ ഭീഷണിപ്പെടുത്തുന്ന ഒട്ടും സഹിക്കാൻ പറ്റുന്നത്. ഇടയ്ക്കിടയ്ക്ക് പറയും പോണം, നാട്ടിൽ പോണം എന്ന് പറയുന്നുണ്ട്. എന്തുകൂടി എന്നെ നോക്കി മുഴപ്പിക്കുന്നത് എന്ത് പറയുന്നുണ്ടെങ്കിൽ ഞാൻ ഒന്നും പറയുന്നില്ല, എനിക്കൊന്നും പറയാനില്ല കേസ്, ഒന്നും പറയാനില്ല. ഞാൻ പോവാ. എന്തിന് ഞാൻ ഇവിടെ കിടന്ന് വെറുതെ കഷ്ടപ്പെടുന്നത്? ഞാൻ എന്ത് ചെയ്തു കൊടുത്താലും കുറ്റങ്ങൾ ഓരോ ദിവസം ഓരോന്നോരോന്നാ. ഞാൻ ഇച്ചിരി ആഹാരം കഴിച്ചോണ്ടിരുന്ന ഞാനൊന്ന് മൊബൈൽ കണ്ടപ്പോ തൊട്ട് തുടങ്ങിയതാ. ആക്ച്വലി അത് പറയണല്ലോ, അത് ഭയങ്കര ഒരു ദുശീലമായിട്ട് വന്നിരിക്കും. ഇപ്പം പണ്ടൊന്നും ഇല്ലായിരുന്നു. പണ്ട് ഞങ്ങൾക്ക് ആഹാരം കഴിക്കുമ്പോൾ സ്ഥിരം ഞങ്ങൾ രണ്ടുപേരും കൂടി സംസാരിച്ച് കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന സംസാരിക്കുന്നു. ഈ ഇടയായിട്ട് കുറെ ദിവസം കൊണ്ട് അവർക്ക് ആഹാരം കഴിക്കണമെങ്കിൽ മൊബൈൽ വേണം. മൊബൈൽ നോക്കിക്കൊണ്ടിരുന്ന അത് ഇയർഫോൺ വെച്ചോണ്ടാണ് കാണുന്നത്. അപ്പോൾ നമ്മളെന്തെങ്കിലും സംസാരിക്കുകയോ എന്തെങ്കിലും പറയണോ ഒന്നും ശ്രദ്ധിക്കത്തോലുമില്ല, അറിയത്തോലുമില്ല നമ്മളിവിടെ സംസാരിക്കുന്നുണ്ടെന്ന് പോലും. എന്റെ തുണി മടക്കി തള്ളിവിടരുത്. അത് കുഴപ്പമില്ല, പിന്നെ എന്നെ മടക്കിയിടും. തെറ്റവളുടെ ഭാഗത്താണ്, അതുകൊണ്ട് അവർക്ക്. എനിക്ക് സത്യം പറഞ്ഞാൽ ദേഷ്യം വരുന്നുണ്ട്. ഞാനാണെങ്കിൽ ഇത്രയും തുണികൾ കഴുകി ഞാൻ ഇവിടെ കൊണ്ടിട്ട് അതെല്ലാം സോഫയിൽ കിടക്കുന്ന അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല. ഞാൻ എല്ലാം ചെയ്യിച്ചാനൊക്കെ ഞാൻ ചെയ്യുന്നില്ലെങ്കിൽ ചെയ്യണ്ട, ഞാൻ ചെയ്തോളാം. പക്ഷേ എങ്കിൽ എന്നിട്ട് ഞാനൊന്ന് റിലാക്സ് ആയിട്ട് വന്നിരുന്ന് എനിക്ക് എന്റെ മൈൻഡ് ഒന്ന് മാറ്റി ഞാൻ നല്ലതായിട്ട് ആഹാരം കഴിച്ചോണ്ടിരുന്ന മൊബൈൽ കണ്ടോണ്ടിരുന്ന ഞാൻ കാണും. തെറ്റ് മൊബൈൽ കണ്ടോണ്ടിരുന്ന ആഹാരം കഴിക്കാൻ പാടില്ല, അതൊക്കെ ശരിയാണ്. എന്നാലും എനിക്ക് സന്തോഷമൊന്നും വേണ്ട. അല്ല അതെ ഞാൻ പറയാം, നമ്മളിപ്പോ ആക്ച്വലി ഞങ്ങള് ആഹാരം കഴിക്കാൻ എപ്പോഴും അവിടെയും പോയി കുറെ പണിയെടുക്കണം, ഇവിടെയും വന്ന് പണിയെടുക്കണം, അത് മാത്രമേ ഉള്ളൂ ജീവിതം. ആക്ച്വലി ഞങ്ങളെന്ന് പറഞ്ഞാലേ ആഹാരം കഴിക്കുമ്പോൾ എല്ലാ കാര്യങ്ങളിലും പറയാൻ സമ്മതിക്കുന്നില്ല കേട്ടോ. ഹെൽപ്പ് ചെയ്യണ്ട, ഒരു ഹെൽപ്പും ഇല്ല, ഒരു ഹെൽപ്പ് മടുത്തെനിക്ക്. ഞാൻ പോവാ, നാട്ടിൽ പോവും. ഞാനൊരു കാര്യം പറയട്ടെ, നമ്മളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ ആഹാരം കഴിക്കുന്ന സമയത്ത് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇരുന്ന് ആഹാരം കഴിക്കുന്നത്, ആ സമയത്തേ ഉള്ളൂ കുറച്ച് സമയമൊക്കെ എന്തെങ്കിലും മിണ്ടാനും സംസാരിക്കാനൊക്കെ പറ്റുന്നത്. അല്ലാത്ത സമയത്ത് എപ്പോഴും അങ്ങ് ഡ്യൂട്ടി അങ്ങനെയുള്ള കാര്യങ്ങളും പിന്നെ നടന്നു വരുന്ന വഴിക്ക് സംസാരിച്ചുകൊണ്ട് വരും. നടന്നൊരു സംസാരമല്ല, വഴക്കാ ഗൈസ്, വഴക്ക്. ഇവിടുന്ന് അവിടെ വരെ അങ്ങോട്ട് വഴക്കുണ്ടായി. നമ്മൾ ആ റോഡിൽ കൂടെ പോകുമ്പോൾ ഞങ്ങൾ നല്ല പക്ക ഡീസന്റ് ആയിട്ടൊക്കെ അങ്ങ് പോകും. എന്നിട്ട് ആരും കാണുന്നുണ്ടോ എന്നൊക്കെ നോക്കി മിണ്ടാന്നുണ്ടാവും. മണ്ണിലോട്ട് കയറി കഴിഞ്ഞാൽ ഫൈറ്റാ. കാരണം അവിടെ ഒരു വീടും ഇല്ല, ഒരു കുടിയില്ല. അവിടെ കിടന്ന് ചത്താ പോലും ആരും അറിയത്തൂല. അതുപോലെയുള്ള വഴിയെ കൂടെ അല്ലേ മണ്ണിൽ കൂടെ പോന്നെ. സ്ഥലത്തിട്ടിരിക്കുന്ന പേര് ചുരുളി. വഴക്കെന്ന് വെച്ചാൽ വഴക്കൊക്കെ വന്നിട്ട് പിന്നെ അവിടെ അങ്ങ് പരന്ന് കിടക്കൂലേ. നമുക്ക് എതിലേ കൂടെ വേണമെങ്കിലും നടന്നു കഴിഞ്ഞാൽ നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് വരും. പക്ഷെ ഇച്ചിരി മുള്ളുള്ള പ്രശ്നമുണ്ട്. വഴക്കൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ വഴിയൊന്നും നോക്കത്തില്ല, എതിലേ കൂടെ ഒക്കെ കയറിപ്പോകും. പക്ഷെ രാത്രി വരുമ്പോ ഒരുമിച്ചായിരുന്നു കേട്ടോ, പകലൊക്കെ പോകുമ്പോഴും. പക്ഷെ ഇത് നിങ്ങളെല്ലാം ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. നിങ്ങളെ വീട്ടിൽ ഇങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞു മനസ്സിലാക്കി. അതല്ല, എന്റെ ഫോൺ എടുത്ത് എറിഞ്ഞെന്നേ. അതല്ല, ആഹാരം കഴിക്കുന്ന സമയത്ത് നമ്മളെല്ലാരും പറയാൻ സമ്മതിക്ക്. നമ്മളിപ്പോ ആഹാരം കഴിക്കുന്ന സമയത്ത് നമ്മളെല്ലാരും കൂടെ ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കാൻ ശ്രദ്ധിക്കുക. ആ നേരത്ത് മൊബൈലും എടുത്ത് വെച്ചുകൊണ്ട് മൊബൈൽ കണ്ടുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അതൊരു ശരിയായ കാര്യമല്ല. എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. ഇവർക്ക് അങ്ങനത്തെ ഒരു സ്വഭാവം ഇല്ലായിരുന്നു, ഈ ഇടയായിട്ടാ തുടങ്ങിയത്. പന്ന സ്വഭാവം. ഞാൻ ചാരിയിരുന്ന് സംസാരിക്കട്ടെ കേട്ടോ. അതിപ്പോ നമ്മുടെ വീട്ടിൽ ആരെങ്കിലും അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു നിർത്തിക്കണം കേട്ടോ. ഞാൻ ഇയർഫോൺ വെച്ച് ഞാൻ കഴിച്ചോണ്ടിരുന്ന് കണ്ടോണ്ടിരിക്കുക. ഇങ്ങോട്ട് വന്ന് ഇയർഫോൺ ഇങ്ങോട്ട് അതിനകത്ത് ഊരി എടുത്തിട്ട് ഫോൺ എടുത്ത് ഒറ്റ ഭാഗ്യത്തിനോട് ആ ഉണ്ടത്തലങ്ങണ അവിടെ കിടന്നോണ്ട് അവിടെ തട്ടി ഇനി മെത്തേരി വീണ് അതങ്ങ് ആ ഭിത്തിയിലെങ്ങാനും തട്ടിയിരുന്നെങ്കിൽ അത് പൊട്ടിപ്പോയനെ. പിന്നെ സ്വന്തം ഫോൺ മാത്രമല്ലേ ഉള്ളൂ. ഞാൻ ആരെയും വിളിക്കത്തൂല്ല, എനിക്ക് നാട്ടിലെ കാര്യം അറിയണ്ട, എനിക്ക് ഒന്നും അറിയണ്ട. ഞാൻ ഇങ്ങനെ ഇരുന്നോളൂല്ല പാവയുടെ കണക്ക്. അല്ല ആക്ച്വലി ഞാൻ ഒരുപാട് കാര്യം അവളോട് ചോദിച്ചു. അവൾ ഇങ്ങനെ ഇയർഫോൺ വെച്ചിട്ട് ഫുൾ സൗണ്ട് വെച്ചിട്ടാ കേൾക്കുന്നത്. ഞാൻ ഇവിടെ നിന്ന് ചോദിച്ചു, ബിൻസി അതെങ്ങനെയാന്നോ ഇതിങ്ങനെയാന്നോ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. ഒരു റിപ്ലൈ. അതെ, ആഹാര സാധനങ്ങളെല്ലാം എടുത്ത് വിളമ്പി ഞാൻ കൊടുക്കുന്നുണ്ട്. ഞാൻ രണ്ടാമത് ഇച്ചിരി വേണമെന്നുണ്ടെങ്കിൽ എല്ലാം മുമ്പേ തന്നെ ഇരിക്കുന്നു. ഒരിത്തിരി പോലും സ്പൂണിൽ എടുത്തിട്ട് കഴിച്ചുകൂടെ.
ഇത് അന്നേരവും ഞാൻ എടുത്ത് കൊടുക്കണം. ഓക്കെ, ഞാനപ്പൊ എപ്പോഴാ എനിക്ക് ആരും എടുത്തൊന്നും തരാറില്ല, എനിക്ക് വിളമ്പി പോലും തരാറില്ല. ഉള്ളതങ്ങ് പറയുന്നത് അതിനുള്ള അവസരമില്ല. കാര്യം ഞാൻ വിളമ്പി കൂടുതലായി പോകും, അതുകൊണ്ടാണ് ഞാൻ ഇച്ചിരി എനിക്ക് പറ്റത്തില്ല, നിന്റെ ഇഷ്ടത്തിന് അങ്ങ് എടുത്താൽ ഞാൻ വിളമ്പിയ ചിലപ്പോഴൊക്കെ കൂടുതലായി പോകും, അല്ലെങ്കിൽ കുറഞ്ഞു പോകും, അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് തനിയെ വിളമ്പിക്കും. ഒന്നാമത് എന്റെ ഫോൺ കേടായിട്ടിരിക്കുവോ, അത് ശരിയാക്കി കൊണ്ട് വെച്ചേക്കുന്നേ. എനിക്ക് എന്റെ ഫോൺ പുതിയത് എനിക്ക് വാങ്ങിച്ചതായിട്ട് ഫോൺ മേടിച്ചു കൊടുത്തേ. അതെ അതെ, രണ്ടിലൊന്നും അറിഞ്ഞിട്ട് നീ നാട്ടിൽ പോയിക്കോ, അതാ നല്ലത്. ഫോൺ മേടിച്ചു ഞാൻ പോയിക്കോളാം. എനിക്ക് വയ്യ, നിങ്ങൾ ഇവിടെ ഒറ്റയ്ക്കാ കാട്ടിക്കൂടെ നടന്നു വാ. എന്തോ രസം അറിയാവോ, അടിപൊളി. എൻജോയ് ചെയ്ത് നീ പോയിട്ടുണ്ട്. എനിക്കിവിടെ ഡാൻസ് കളിക്കാം. എനിക്ക് വയ്യ, ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. ആ പോ. ഇതാണ് ഇത് ശരിയായിട്ടുള്ള നടപടിയല്ല കേട്ടോ. കറക്റ്റ് കിടന്ന് ശരിക്കും ദേഷ്യം വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് ആഹാരം കഴിക്കുന്ന സമയത്ത് നമ്മൾ എന്തെങ്കിലുമൊക്കെ സംസാരിച്ച കാര്യമൊക്കെ പറഞ്ഞൊക്കെ ഇരുന്ന് ആഹാരം കഴിക്കുന്നതിന്റെ അതിന്റെ ഒരു രസം. ഇത് മൊബൈൽ എടുത്ത് വെച്ച് മെയിനായിട്ട് കാണുന്ന സീരിയൽ കേട്ടോ. ആ പത്രമാറ്റാ കാണുന്നത്. എന്നിട്ട് ഇടയ്ക്കിടന്ന് തനിയെ പൊട്ടിച്ചിരിക്കുക, ഇടയ്ക്ക് ഇങ്ങനെ മുഖമൊക്കെ ഇങ്ങനെ ഒരു ഉയ്യോ അവൾക്ക് അങ്ങനെ പറ്റി ഇങ്ങനെ പറ്റിയെന്ന് പറയുക. ഇടയ്ക്ക് എൻ്റെ അടുത്തും പറയും അവൾ അങ്ങനെ ചെയ്ത് അവളങ്ങനെ ചെയ്ത് അങ്ങനെയൊക്കെയുള്ള കഥകൾ. പക്ഷെ നമുക്ക് ആഹാരം കഴിക്കാൻ നമ്മുടേതായ കാര്യങ്ങൾ പറയാനേ നല്ലത്. ഒന്നുമില്ല. ഇതാ ഇതേ കിടന്ന് കമ്മ നടന്നിറങ്ങുന്നു. പിടിച്ച് ഇങ്ങോട്ട് നോക്ക്, പിടിച്ച് പിണക്കത്തിലാണ് കേട്ടോ. ശരിയാവും, കുറച്ചുകൂടെ കഴിയുമ്പോൾ ശരിയാവും. എന്നാലും പറയാനുള്ളത് പറയണ്ടേ, പറഞ്ഞില്ലെങ്കിൽ പിന്നെ അതാ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത് ശരിയല്ലല്ലോ. അപ്പൊ ഇന്നത്തോടുകൂടിയെങ്കിലും നിർത്തിയാൽ നല്ലത്. അവൾക്ക് നല്ലത്, എനിക്കും നല്ലത് ഇല്ലേ? അവള് നിർത്തത്തില്ലെന്ന്. എന്ത് നിർത്തത്തില്ലെന്ന്? എടി സംസാരിക്കടി പിടിച്ച്. ഞങ്ങള് പിണക്കമൊക്കെ ഞങ്ങള് ഒരുപാട് സമയം നീണ്ടിരിക്കത്തില്ല കേട്ടോ. ഇത് ചിലപ്പോ ഒരു അരമണിക്കൂറിനുള്ളിൽ. ഞാൻ അടിപൊളി, ഞാനും മിണ്ടത്തില്ല. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും മിണ്ടത്തില്ല ഇന്ന്. നാളെ ഇനി മിണ്ടുന്നില്ല. നാളെ വെള്ളിയാഴ്ച. അയ്യോ, ഞാൻ ഒറ്റയ്ക്ക് എല്ലാ കാര്യങ്ങളും വീഡിയോസ് ആണെങ്കിൽ എല്ലാം ഞാൻ ഒറ്റയ്ക്ക്. ഞാൻ ഡബിൾ റോളൊക്കെ ചെയ്യും. ഡബിൾ റോള് ഡബിങ്. അയ്യോ, ഏതെങ്കിലും പറ്റുമോ വ്ളോഗിന്റെ എന്തെങ്ങനെ ഡബിൾ റോൾ ചെയ്യുന്നത്? ഓക്കെ, നേരത്തെ ഇവിടെ ഒരു സീരീസ് ചെയ്തിട്ടുണ്ട് ഞങ്ങള്, മരുമോൾ എന്ന് പറയുന്ന ഒരു സീരീസ്. അതിന്റെ അകത്ത് ഇവള് എത്ര ഡബിളൊന്നും അല്ല, 3-4 റോൾ ചെയ്ത്, ഒരു അമ്മൂമ്മയായിട്ട് ഒരു മരുമോളായിട്ട് പിന്നെ കൊറേ റോൾ ചെയ്ത് കേട്ടോ. പക്ഷെ ആരും കണ്ടിട്ടില്ല. കണ്ടു, പക്ഷെ വലിയ വിജയിച്ചില്ല. ഞങ്ങൾ ആദ്യം ചെയ്തൊരു സീരീസ് കേട്ടോ. പറ്റുമെങ്കിൽ നിങ്ങളൊന്ന് കാണണം. ഞാൻ ലിങ്ക് കൊടുത്തേക്കാം കേട്ടോ, എൻ്റെ കാർഡ് കൊടുത്തേക്കാം. ഇന്ന് ബൈ പറഞ്ഞ് നിർത്തിയേക്കാം, കുഴപ്പമില്ല. ഞങ്ങള് ഉടക്കൊക്കെ സ്വാഭാവിക കേട്ടോ. നിർത്തടി വിൻസി, പറയടി ബൈ. ഇല്ല, ഞാൻ ഇതിനോട് മിണ്ടത്തില്ല ഗൈസ്, മടുത്ത്. അതെ, ഇവളിപ്പോ എന്റെ അടുത്ത് മിണ്ടത്തില്ല കേട്ടോ. ഇപ്പൊ മിണ്ടത്തില്ല, പിന്നെ മിണ്ടിക്കോളൂ. അപ്പോഴും ഞാൻ ബൈ ഇതിന്റെ കാര്യത്തില് തീരുമാനമാവും. അപ്പോഴ് അടിച്ചു പിരിഞ്ഞു. അപ്പോഴ് നാളെ മുതല് ഞാൻ ഒരു സെപ്പറേറ്റ് വ്ളോഗ് ഇടും, അവള് വേറെ സെപ്പറേറ്റ് വ്ളോഗ് ഇടും. അത്രയ്ക്കൊന്നും ആയിട്ടില്ല, അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ ഇടത്തില്ല. അവള് മാത്രം ഇടത്തേയുള്ളൂ, ഞാൻ മാറിയേക്കും. അപ്പോഴെല്ലാവർക്കും ബൈ. ഓക്കെ ഗൈസ്, ഭയങ്കര സങ്കടമുണ്ട്. ഇതിനെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ. അയ്യോ, തെറ്റ് എന്റെ ഭാഗത്ത്, നിന്റെ ഭാഗത്താ. എന്റെ ഫോൺ എടുത്തെറിഞ്ഞ് എന്തിനാന്ന് ചോദിക്കണേ. എന്നെ ഹെൽപ്പ് ചെയ്യുന്നില്ല. രണ്ടുപേരും ഒരേ സമയത്ത് പോവുകയും വരികയും ചെയ്യുക. എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ ചെയ്യണം. കുറച്ചൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക് പ്ലീസ്. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പൊ വീണ്ടും കാണുന്നിടം വരെ എല്ലാവർക്കും ബൈ കേട്ടോ. അപ്പോൾ ബൈ. പിന്നെ എല്ലാരും പ്രത്യേകം ശ്രദ്ധിക്കണം, എവളുടെ ഭാഗത്താ തെറ്റ്. കാര്യം എവളാണ് അങ്ങനെ ആഹാരം കഴിക്കുമ്പോൾ അപ്പോഴെല്ലാവർക്കും ബൈ കേട്ടോ. ഓക്കെ, ബൈ.